ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ നമ്മൾ എല്ലാവരും നിലവിളക്ക് കത്തിക്കുന്നവരായിരിക്കുമല്ലോ. നിലവിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച് എന്താ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നത് നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. നമ്മൾ വീട്ടിലെല്ലാവരും 2 നേരവും വിളക്ക് കത്തിക്കുന്നവരല്ലേ. 2 നേരവും വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യപ്രദമാണ് കേട്ടോ. അത് നാമം ചൊല്ലി നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വേണം. പൂജാമുറിയിലോ പുറത്തെ ഹാളിലോ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരൊക്കെ വെച്ചുകൊണ്ടിരുന്നത് നമ്മുടെ തിണ്ണയില്ലേ, ചെറിയ തിണ്ണ പോലുള്ള സ്ഥലത്ത്, അവിടെയല്ലേ നമ്മൾ നിലവിളക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വിളക്ക് സന്ധ്യയ്ക്ക് കൊളുത്തുമ്പോൾ നമ്മൾ കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട ഒരു നാമമുണ്ട് കേട്ടോ. നമ്മൾ ആ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. എന്താണെന്ന്, ശുഭം കരോത് കല്യാണം ആയുരാരോഗ്യവർദ്ധനം സർവസിദ്ധിപ്രദായിക സന്ധ്യാദീപം നമോ നമ. ആ നാമം ജപിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തിയാൽ നല്ല ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിന് മുമ്പിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് കൊളുത്തുക. നമുക്ക് പണ്ടൊക്കെയുള്ള നമ്മുടെ തറവാടുകളിലൊക്കെ സർപ്പക്കാവ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ തിരിവയ്ക്കും. അങ്ങനത്തെ ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അന്യം നിന്ന് പോകാതെ ഇന്നും ആചരിച്ചു വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഇപ്പം താമസവും കാര്യങ്ങളും ഫ്ലാറ്റിലും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സർപ്പക്കാവും തുളസിത്തറയും ഒക്കെ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒക്കെ എത്ര നല്ല നല്ല ഓർമ്മകളാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഓർക്കില്ലേ, നമ്മുടെ കാവിലൊക്കെ വിളക്ക് വെച്ചേക്കുന്നതൊക്കെ ഒരു വിഷമാണ് നമുക്കിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ അല്ലേ. എന്താണേലും നമ്മൾ തുളസിത്തറ ഉണ്ടെങ്കിൽ തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ തുളസിയെയും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. തുളസി ശ്രീതകി ശുഭേ പാപഹാരിണി പുണ്യതേ നമസ്തേ നാരദനുദേ നാരായണം മനപ്രിയേ. ഒന്നുകൂടെ, തുളസി ശ്രീസഖി ശുഭേ പാപഹാരിണി പുണ്യതേ നമസ്തേ നാരദനുദേ നാരായണ മനപ്രിയേ. അങ്ങനെ നമ്മൾ തുളസി ദേവീനെയും ഭജിച്ചു കഴിഞ്ഞിട്ട് അടുത്തുള്ള സർപ്പക്കാവിലൊരു തിരി നനച്ചു വെക്കണം. സർപ്പക്കാവ് ഉണ്ടെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. സർപ്പക്കാവിൽ നമ്മൾ വിളക്ക് വെക്കുമ്പോൾ വിഷസർപ്പത്തിന് വിളക്ക് വെക്കുന്നത് എന്തിന് എന്ന ചോദ്യം പലരും ചോദിക്കാം. പക്ഷെ അതൊക്കെ ഒരു വിശ്വാസമാണ് കേട്ടോ. വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി. നമ്മൾ പരശുരാമൻ കേരളം സൃഷ്ടിച്ച അവസരത്തിൽ തന്നെ സർപ്പക്കാവുകളും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഭഗവത്ഗീതയിൽ ശ്രേഷ്ഠനായ വാസുകിയും അനന്തനും താൻ തന്നെയാണെന്ന് ശ്രീകൃഷ്ണൻ സൂചിപ്പിക്കുന്നത് സർപ്പദേവതകളുടെ മഹത്വമാണ് വെളിവാക്കുന്നത്. ശരിയല്ലേ. 1000 മണമുള്ള ആദിശേഷനെയാണല്ലോ നമ്മുടെ മഹാവിഷ്ണു യോഗാനിദ്രയിൽ മെത്തയാക്കിയിരിക്കുന്നത്. സർപ്പദൈവങ്ങൾക്ക് വിളക്ക് വെക്കാൻ പോകുന്ന വേളയിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട നാമമുണ്ട് കേട്ടോ. അന്യതാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ബണീശ്വര. വേറെ ഒന്നും കൂടെ, കായാനശ്ചിത്ര ആ ഭൂവ ദൂതി സദാവൃത സഖാകായ ശജിഷ്ഠയാവൃത. സർപ്പരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ നാഗരാജാവിൻ്റെ മൂലമന്ത്രം ഓം നമം കാമരൂപിണി മഹാബലായ നാഗാധിപതയേ നമ. നാഗയക്ഷിക്ക് നമ്മൾ ചൊല്ലുന്നത് ഓം വിനായേ തനയേ വിശ്വനാഗേശ്വരി ക്ലീം നാഗയക്ഷി യക്ഷിണി സ്വാഹ നമ എന്നാണ് കേട്ടോ. നിലവിളക്കിൽ ഒറ്റത്തിരിയിട്ട് വിളക്ക് കത്തിക്കരുതെന്നാണ് പറയുന്നത്. അത് അശുഭ ലക്ഷണമാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 തിരി വീതം കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 5 ആയാലും വിരോധമില്ല. 5 തിരി ഭദ്രദീപം അല്ലേ. അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കാനില്ലല്ലോ. ദൈവം നമ്മുടെ ദേവാത്മാവാണ്. അതുകൊണ്ട് മംഗളകർമ്മങ്ങൾ ചൊല്ലുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വേണമെന്നാണ് ആചാരം. 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് ഭദ്രദീപം എന്നാണ് പറയുന്നത്. നിലവിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് ഉത്തമം. എള്ളെണ്ണ കൊണ്ട് കത്തിച്ചാൽ ശനിദേവൻ പ്രസാദിക്കുമെന്നാണ് വിശ്വാസം.
നമ്മുടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാലുണ്ടല്ലോ, എള്ളെണ്ണ ഇരുമ്പിൻ്റെ ഗുണം നൽകുന്നു എന്നാണ്. അതുകൊണ്ടാണ് ദീപം തെളിയുമ്പോൾ ഇരുമ്പിൻ്റെ പ്രാണോർജ്ജ ശക്തി അതിൻ്റെ ചുറ്റും ഇങ്ങനെ വ്യാപിക്കുന്നു. നമ്മുടെ ഓടുകൊണ്ട് നിർമ്മിച്ച നിലവിളക്കാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റീൽ വിളക്ക് ഉപയോഗിക്കരുത്. വിളക്ക് കൊളുത്തുമ്പോൾ വടക്ക് പുറത്തുള്ള വാതിൽ അടച്ചിടുന്ന ആചാരം ഇന്നും കാണാം. അതായത് വടക്ക് ദിശയിൽ നമ്മുടെ അടുക്കള ആ ഭാഗത്തേക്ക് ആയിരിക്കുമല്ലോ മിക്കവാറും വാതിലുകൾ, അവിടെ അത് അടച്ചിടണം. നമ്മുടെ ഫ്രണ്ട് ഡോറ് മാത്രം ഇങ്ങനെ തുറന്നിടണം വിളക്ക് കത്തിക്കുന്ന സമയത്ത്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറികളിലെയും ലൈറ്റുകൾ കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ തെളിച്ച് ദീപാലങ്കാരമായിട്ട് ഇങ്ങനെ ഇട്ടേക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ദീപം തെളിച്ച് കഴിഞ്ഞിട്ട്, നമ്മൾ സന്ധ്യാദി വിളക്ക് തെളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീടിങ്ങനെ പ്രഭാപൂരമായിട്ട് കുറച്ച് നേരം നിൽക്കണം. അതായത് നമ്മുടെ ഭഗവതി ആ സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ എഴുന്നള്ളുന്നത്. ആ സമയത്ത് ദേവി സന്തുഷ്ടയാകണം, ഇങ്ങനെ പ്രസന്നപൂരിതമാകണം. നമുക്ക് അപ്പം തന്നെ ദേവി പ്രസാദിച്ച് ദേവിയുടെ അഭിഷ്ട വരദായത്തിന് നമ്മൾ പ്രാപ്തരാകണം. അതിനു വേണ്ടിയാണ് നമ്മൾ പരമാവധി ഭംഗിയാക്കി എല്ലാം അടിച്ച് വൃത്തിയാക്കി അടിച്ച് തളിച്ചൊക്കെ ആണല്ലോ എല്ലാവരും തന്നെ വിളക്ക് വെക്കുന്ന. എല്ലാ സാധനങ്ങളും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അടുക്കള വൃത്തിയാക്കി. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ നിലവിളക്ക് വെക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ അടുക്കളയൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. കാരണം ദേവി ഇങ്ങനെ വന്ന് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കയറി വന്നു കഴിയുമ്പോൾ ദേവി എല്ലായിടത്തും പോകില്ലേ, എല്ലാ റൂമും അപ്പം ഇങ്ങനെ പ്രകാശിച്ചിരിക്കണം ദേവീനെ വരവേൽക്കാനായിട്ട്. അതിനാണ് നമ്മൾ ആ സമയത്ത് ഇങ്ങനെ അപ്പം വന്ന് കയറി ഇറങ്ങിപ്പോകരുത് പുറകുവശത്തൂടെ. അതിനാണ് വാതിലുകളും അടച്ചിടണമെന്ന് പറയുന്നത്. പുറകുവശത്തേക്കുള്ള വാതിലുകൾ എപ്പോഴും അടച്ചിടണമെന്ന് പറയുന്നത്. അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നാം കേട്ടോ. അന്ധവിശ്വാസമായി തോന്നുന്നവർക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വിശ്വാസമുള്ളവർക്ക് നമുക്ക് വിശ്വസിക്കാം. അതായത് ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ഉത്തര ധ്രുവത്തിലേക്കാണ് കാന്തിക ശക്തിയുടെ ഒരു പ്രവാഹം. അപ്പം വിളക്ക് കത്തിക്കുമ്പോൾ വടക്കേ വാതിൽ തുറന്നു കിടന്നാൽ ഈ കാന്തിക പ്രവാഹത്തോടൊപ്പം ജ്വാലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തിയും പുറത്തു കിടക്കും. അപ്പം വിളക്കിലെ എണ്ണ ചൂടായാൽ ഉണ്ടാകുന്ന പ്രാണോർജ്ജം അണുബാധ തടയുന്നതിന് സഹായകമാണ്. അപ്പം നമ്മുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി പോയി നമ്മുടെ പോസിറ്റീവ് എനർജി ഇങ്ങനെ വരുന്ന സമയത്ത് അത് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പുറകുവശത്തെ വാതിലൊക്കെ അടച്ചിരുന്നെന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ വേറൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. പക്ഷേ നമ്മൾ സന്ധ്യവിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചൊല്ലി, ഇങ്ങനെയൊക്കെ ഭജിച്ച്, ഇങ്ങനെ ചിട്ടയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി വിളക്ക് തെളിച്ചാൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകും. അപ്പം ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം.